നമ്മുടെ നാട്ടിലിപ്പം ഏറ്റവും വളരെ സർവ്വസാധാരണമായിട്ട് വരുന്ന ഒരു ക്യാൻസറാണ് മലാശയ ക്യാൻസർ. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു 50-60 വയസ്സിന് മേളിലുള്ളവർക്കാണ് കാണുന്നത്. ഇപ്പോഴങ്ങനെയല്ല, ഒരു 40 വയസ്സിനൊക്കെ ഉള്ളവർക്ക് പോലും ഇങ്ങനെ കാണുന്നുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് മലാശയ ക്യാൻസർ. അതിൻ്റെ ലക്ഷണങ്ങൾ പിന്നെ മിക്കവാറും രോഗികൾക്ക് ഒരു ശോധനയിലുള്ള വ്യത്യാസമാണ് ഒരു പ്രധാന ലക്ഷണം. കാരണം പല പ്രാവശ്യവും ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും, ഒരു തൃപ്തിയില്ലായ്മ, വീണ്ടും വീണ്ടും ടോയ്ലറ്റിൽ പോകും. പക്ഷേ മലം പോകുന്നതിന് പകരം അതിൻ്റെ കൂടെ കുറച്ച് ബ്ലഡും കുറച്ച് കഫവും അല്ലെങ്കിൽ മ്യൂക്കസ് ഇതിങ്ങനെ പോകും. പലപ്പോഴും ഈ മലത്തിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് പോലും ചിന്തിക്കില്ല ഇതിനെക്കുറിച്ച്. അവർ വിചാരിക്കും ഇത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ലോക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും കൊടുത്തങ്ങ് വിടുക. അത് ടെസ്റ്റ് ചെയ്യാൻ പലരും വിസമ്മതിക്കും. പല ആൾക്കാരും ഈ ഒരു ലക്ഷണം ഉണ്ടെങ്കിലും പുറത്ത് പറയാനുള്ള മടി കൊണ്ടും ഡോക്ടറെ കാണിക്കാനുള്ള മടി കൊണ്ടും വളരെ താമസിച്ചാണ് പല രോഗികളിലും നമ്മളുടെ അടുത്ത് ഈ ഒരു അസുഖമായിട്ട് എത്തുന്നത്. ഈവൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ പോലും വളരെ ലേറ്റായിട്ടാണ് നമ്മളുടെ അടുത്ത് ഈ ഒരു ക്യാൻസറുമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ ശോധനയിലുള്ള വ്യത്യാസം, കൂടെ കൂടെ ടോയ്ലറ്റ് പോകണമെന്നുള്ള തോന്നൽ, മലത്തിൻ്റെ കൂടെ കഫം പോവുക, പിന്നെ ബ്ലീഡിങ് പെർ റെക്റ്റം, ഇതെല്ലാം കണ്ടു കഴിയുക. പിന്നെ വേദന കുറച്ച് ലേറ്റ് സ്റ്റേജിലേ വരുള്ളൂ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു സർജനെ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കുക.